കൊട്ടത്തല. അവൻ്റെ അമ്മ എങ്ങനെ പ്രസവിച്ചവനെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ സാധാരണഗതിയിൽ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കോംപ്ലിക്കേഷനുകൾ വരാറുണ്ട്. ഷുഗറിൻ്റെ പ്രശ്നങ്ങളുള്ള കോംപ്ലിക്കേഷൻ വരും. ശരീരം തീരെ മെലിഞ്ഞ ആളുകൾ കോംപ്ലിക്കേഷൻ, ചിലപ്പോൾ അത് സിസേറിയൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ശരീരം. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ 20% ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് പ്രസവാനന്തര മരണ നിരക്കുകൾ രേഖപ്പെടുത്തിയിരുന്നത്. ഇന്നത് വെറും 0.29 താന്നിട്ടുണ്ടെങ്കിൽ അത് ഈ മെഡിക്കൽ മേഖലയുടെ ആരോഗ്യവകുപ്പിൻ്റെ വളർച്ചയുടെ ഭാഗം തന്നെയാണ്. അത് മനസ്സിലാക്കാൻ നല്ല ഒരു അമ്മയ്ക്ക് ഇരിക്കും എന്ന് ഞാൻ പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മേനെ മോശമാക്കുന്നതിന് തുല്യമായിപ്പോവും. പക്ഷേ ആ അമ്മയ്ക്ക് ജയിച്ചത് ഗുണം ചിന്തകളിലും വർത്തമാനത്തിലും ഉണ്ടാവണം. 2 പെൺമക്കളുടെ പിതാവ് കൂടിയായിട്ടുള്ള അഖിൽമാരാരോട് ഭാര്യയോട് ചോദിക്കണം എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം. അത് മനസ്സിലാക്കാൻ നല്ല അപ്പനായി മതി. ഓക്കെ. ില്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവൾ തന്നെ പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അമ്മേനെ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നേരെ വീട്ടിൽ പോയി അമ്മയോട് ചോദിക്കുക അമ്മ എൻജോയ് ചെയ്തിരുന്നു. ഇനി അത് തൃപ്തിയായില്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് ഒന്നും കൂടി പ്രസവിക്കാൻ പറയുക. എന്നിട്ട് ചോദിക്കുക നീ എൻജോയ് ചെയ്തോ എന്ന്. അതുകൊണ്ട് വൈറ്റാട്ടി അഖിൽമാരാണ് നാട്ടുകാരെയും മറ്റു സ്ത്രീകളെയും പഠിപ്പിക്കാനും അപമാനിക്കാനും ഇറങ്ങരുത്. നല്ല തമ്പിൽ